ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട്, പൈസീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും ചിലപ്പോൾ ബാധിക്കില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്, അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് വരണേ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ ഇപ്പോൾ നോക്കാം. എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ പൈസീസ് എന്താണ് നിങ്ങളുടെ ഡിസംബർ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഡിസംബറുടെ ക്വീൻ ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്റ്റിൻ്റെ എനർജി 9 ഓഫ് പെൻറ്റിക്കിൾസ്, കറണ്ട് ഡിസംബർ എനർജി ഏസ് ഓഫ് സോഡ്സ്, ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചറിൽ ഹാങ്ഡ് 1, നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം 10 ഓഫ് പെൻറ്റിക്കിൾസ്, അഡ്വൈസ് നിങ്ങൾക്ക് കിങ് ഓഫ് കപ്സ്, സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് 7 ഓഫ് കപ്സ് ആണ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ പൈസീസ് ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കണേ ഓവറോൾ എനർജി ആയിട്ട്. നിങ്ങളുടെ ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം കുറേ ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്ന മാസമാണ്. എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല. പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടായാലും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഞാൻ കാണുന്നത് ചില ടഫ് ചോയ്സസ് ആണ് നിങ്ങൾ ഉണ്ടാക്കണേ ഈ മാസം. ചില ടഫായി ഡിസിഷൻസ് എടുക്കണു. നിങ്ങൾ ആക്ച്വലി ഒരു വാട്ടർ സൈൻ ആണ്, അപ്പോൾ കുറേ ഇമോഷൻസ് ഉള്ള പേഴ്സൺ ആണ് നിങ്ങൾ. പക്ഷേ ഈ മാസം നിങ്ങൾ കുറേയും കൂടിയും ഒരു പ്രാക്ടിക്കൽ എനർജിയിലാണ്. ഇമോഷണലായിട്ടല്ല നിങ്ങൾ തീരുമാനിക്കണത്, പ്രാക്ടിക്കൽ ചോയ്സസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ? ഈ ക്വീൻ ഓഫ് സോഡ്സ് വരാൻ കാരണം എന്താണ്? അപ്പോൾ ഇവിടെ വേൾഡ് എനർജി ഉണ്ട്. അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു വലിയ മാറ്റം, ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പ്രാക്ടിക്കലായിട്ടാണ് മുമ്പോട്ട് പോണേ. ഏതോ ഒരു സിറ്റുവേഷനിൽ എൻഡിങ് ഉണ്ടാവുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. പറഞ്ഞാൽ നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിൽ എൻഡിങ് കൊണ്ടുവരണു, നിങ്ങളൊരു തീരുമാനം എടുക്കണു. അത് ഞാൻ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒട്ടും എഫേർട്ട് ഇടാൻ പോകുന്നില്ല, ഇല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, അതല്ല വെച്ചാൽ ഞാൻ ഒരു ജോലി വിടാൻ തീരുമാനിക്കണു. അപ്പോൾ എന്തോ അങ്ങനത്തെ ഒരു വലിയ ഡിസിഷനാണ് നിങ്ങൾ എടുക്കാൻ പോണത്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ചാപ്റ്റർ ക്ലോസ് ഔട്ട് ആവണു. ഒരു പുതിയ ചാപ്റ്റർ, ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ്, ഒരു പുതിയ തുടക്കമാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് ഇതൊരു ട്രാവൽഡ് എനർജിയും ആവാം. ഓക്കെ, പറഞ്ഞാൽ പുറമെ പോകാനുള്ള ഡിസിഷൻ അതും ആവാം. നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുക്കണം, ഒരു പുറമെ പോകാനുള്ള ചോയ്സ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ പുറമെ പോകാനാണ് തീരുമാനിക്കണത്. അപ്പോൾ പേജ് ഓഫ് സോഡ്സ് ഇവിടെ ഉണ്ട്. പേജ് ഓഫ് സോഡ്സ് ഒരു ഇൻഫർമേഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടണു. ആ ഇൻഫർമേഷൻ കിട്ടണ പറഞ്ഞാൽ അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ എന്തോ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം മനസ്സിലാവുന്നില്ല വെച്ചാൽ നിങ്ങൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യണു. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പാസ്റ്റിൻ്റെ എനർജിയിൽ കാണുമ്പോൾ നിങ്ങൾ കുറേ ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ്. ഫിനാൻഷ്യലി നല്ല സമയമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്റ്റിൽ. ഞാൻ കാണുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള പേഴ്സൺ, ഫ്രീലാൻസറും ആവാം. ടെമ്പറൻസ് എനർജി, നിങ്ങളുടെ ലൈഫിൽ കുറേ ബാലൻസ് ഉണ്ടായിരുന്നു. സാജിറ്റേറിയസ് എനർജിയാണ് ഇത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആയിരിക്കാം. അതല്ല വെച്ചാൽ പ്രൊഫഷണൽ എനർജി ആവാം. എന്ന് വെച്ചാൽ കരിയറിൽ
നിങ്ങൾ കുറേ നല്ലതായി നിങ്ങൾക്ക് കുറേ സക്സസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. ഇപ്പോൾ ഇത് റൊമാൻറ്റിക് ആണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ പേഴ്സണെ ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് കാണാനില്ല. ബട്ട് ഈ റിലേഷൻഷിപ്പിൽ പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ് വെച്ചാലും അതിൽ ഒരു ബാലൻസ് ആണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ ഡിസംബർ എനർജിയിൽ ഞാനൊരു പുതിയ തുടക്കമാണ് കാണുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ക്ലാരിറ്റി വരുന്നു, ഒരു സ്റ്റാഗ്നൻ സിറ്റുവേഷനിൽ പുറത്ത് വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു എന്തോ ഒരു എനർജി. ഏസ് ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ, ആൻഡ് 8 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ ഇവിടെ ഒരു ഓഫർ, ഒരു പുതിയ തുടക്കമുണ്ട്. പക്ഷേ നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണു. അതെന്താണ് അങ്ങനെ? നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതെന്താ അങ്ങനെ ഒരു സിറ്റുവേഷൻ? പേജ് ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കാണുന്നത് ഒരു ക്രഷാണ്, ഒരു ഇൻഫാച്വേഷനാണ്. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമായിരിക്കും. ഈ ടോറസ് വെർഗോ കാപ്രിക്കോൺ തന്നെയാണ് ഇവിടെയും കാണുന്നത്, ടോറസ് വെർഗോ കാപ്രിക്കോൺ. പക്ഷേ ഈ സിറ്റുവേഷനിൽ സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്തോ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈ ബ്ലോക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണോ അതറിയില്ല. പക്ഷേ എന്തോ ഇവിടെ ഒരു തടസ്സമുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് നിങ്ങൾ ഈ സിറ്റുവേഷനെ വേറെ ഒരു തരത്തിലാണ് നോക്കാൻ ശ്രമിക്കണം. എന്താ വെച്ചാൽ നിങ്ങളുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട മാതിരി പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാനില്ല. അപ്പോൾ എന്താണ് ഈ ഹാങ്ഡ് വൺ? ഇവിടെ ഹീലിംഗ് എനർജി ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നതൊന്നും മുമ്പോട്ട് പോകില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രേ ചെയ്യണു, നിങ്ങളുടെ വിഷ് ഇതന്നെയാണ്. അത് ഇതിൽ എന്തെങ്കിലും ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ടാവണം എന്ന്. പക്ഷേ ഇവിടെ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ടും ആയിരിക്കാം കാര്യങ്ങൾ മുമ്പോട്ട് പോവാത്തത്. അപ്പോൾ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. ഇപ്പോൾ നിങ്ങളുടെ അടുക്ക ചിലവർ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അതുകൊണ്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോവാത്തത്. എന്താ വെച്ചാൽ നിങ്ങൾ മാരീഡാണ്, നിങ്ങളുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ഭാഗത്തുനിന്ന്. 6 സോഡ്സ് ഉണ്ട് ഇവിടെ, ലവേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങൾക്കാണ് ചോയ്സ് ഉള്ളത്, 2 ആൾക്കാരുടെ ഇടയ്ക്ക്. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നു. ഈ പേഴ്സൺ ആണോ മറ്റേ പേഴ്സൺ ആണോ, ആരുടെ കൂടെയാണ് എൻ്റെ ഫ്യൂച്ചർ ഉള്ളത്. 6 സോഡ്സ് ഒരു കുറേ ഡിഫിക്കൾട്ട് സമയമാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, എല്ലാം ഒരു ദിവസം നല്ലതായിരിക്കും, മറ്റേ ദിവസം വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു ലൈഫ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു ലാസ്റ്റ് 6 മന്ത്സ് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് ചാലഞ്ചാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അൺപ്രഡിക്റ്റബിൾ മാറ്റങ്ങളാണ്. പറയാൻ പറ്റില്ല എന്താണ് അടുത്ത ദിവസം ഉണ്ടാവാൻ പോകണമെന്ന്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് അഡ്വൈസ് തരുന്നത് എന്താ വെച്ചാൽ ഡിസിഷൻസ്, തീരുമാനം എടുക്കുമ്പോൾ ഒരു ഇമോഷണലി ബാലൻസ്ഡ് വേയിൽ വേണം. ഇമോഷണലി നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ടാവണം. നിങ്ങളുടെ ഡിസിഷൻസും നിങ്ങളുടെ തീരുമാനം എടുക്കുന്നത് കുറേ ഡിപ്ലോമാറ്റിക് ആയിട്ട്, കുറേ സെൻസിറ്റീവ്ലി വേണം ഒരു തീരുമാനം എടുക്കുക. എന്താ വെച്ചാൽ ഇവിടെ ഞാനൊരു വലിയ മാറ്റം കാണുന്നുണ്ട്, എന്തോ എൻഡിങ് കാണുന്നുണ്ട്, എന്തോ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. ഇതൊരു വലിയ ചേഞ്ചാണ്. പക്ഷെ നിങ്ങൾ മുമ്പോട്ട് പോകണു. യൂണിവേഴ്സും നിങ്ങളോട് മുമ്പോട്ട് പോകാനാണ് പറയണത്. ഒരു സ്ഥലത്ത് തന്നെ, ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്ക് ആവാൻ പാടില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന്. എന്താ വെച്ചാൽ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാണ് ആ ഡിറക്ഷനിലേക്ക്. അപ്പോൾ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ, പാസ്റ്റിൻ്റെ ലെസൺസൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കണു. അത് വെച്ചിട്ട് മുമ്പോട്ട് പോവുക. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. 7 ഓഫ് കപ്സ് ആണ് ഹിഡൻ ഫാക്ടർ. കുറേ കൺഫ്യൂഷൻ, കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ട് ഈ മാസം. കുറേ നെഗറ്റീവ് എനർജീസും ഉണ്ട്, ഗോസിപ്പ് ഉണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതൊക്കെ ശരിയായി സമയമാകുമ്പോൾ നിങ്ങളുടെ വിഷയൊക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെമ്പററി ചാലഞ്ചസ് ഉള്ളത് അതിനെ നിങ്ങൾ ഫേസ് ചെയ്യുക. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്റ്റേബിൾ ബിഗിനിങ് ആണ്, ഒരു പുതിയ തുടക്കമാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. നിങ്ങളോട് യൂണിവേഴ്സ് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാനാണ് പറയണേ. കുറച്ച് സമയം നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാണ്ട്, 2 ഓഫ് വാൻസ്, 2 ആൾക്കാരുടെ ഇടയ്ക്ക്, ഇല്ലെങ്കിൽ 2 ഡിസിഷൻസിൻ്റെ ഇടയ്ക്ക് ഒരു ചോയ്സ് ഉണ്ടാക്കണം. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഈ ഡിസിഷൻ.
മാരേജ് ഉണ്ട് ഇവിടെ. അപ്പോൾ മേ ബി രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ആരുടെ കൂടെയാണ് ഒരു ഫ്യൂച്ചർ ഉള്ളതെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇവിടെ ഒരു പുതിയ തുടക്കം ഉണ്ട് ലവിൽ, പക്ഷെ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരീഡ് ആണ്, അതല്ല വെച്ചാൽ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഒരു ചോയ്സ് എടുക്കേണ്ടി വരും ഈ മാസം പൈസീസ്. അപ്പോൾ ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. എന്താ വെച്ചാൽ അതൊരു ഇൻഡിവിജ്വൽ റീഡിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ക്ലാരിറ്റിയും വരും. ലുക്ക് ഫോർ എ സൈൻ എന്നാണ് യൂണിവേഴ്സ് പറയണത്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി എന്തോ സൈൻ നിങ്ങൾക്ക് കിട്ടും ഇതിനെക്കുറിച്ച്, എന്താ വേണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയും. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എവിടെയും ക്ലാരിറ്റിയുടെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മാതിരി ക്ലാരിറ്റി ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ ലുക്ക് ഫോർ എ സൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് പൈസീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് കുറേ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, വെർഗോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എർത്ത് സൈനും വാട്ടർ സൈനാണ് കാണുന്നത്. പക്ഷേ ജെമിനൈയും ഉണ്ട് ഇവിടെ, ജെമിനൈ, അക്വേറിയസും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.